കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന സച്ചി ഫ്രണ്ട്സിനോടൊപ്പം കുറെ സമയം സംസാരിച്ചിരിക്കാനായിട്ട് പോയതാണ്. ഈ സമയത്ത് കുറെ സമയമായിട്ടും കാണാതെ വന്നപ്പോഴത്തേനും മുത്തശ്ശി രേവതിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. മോള് പോയി നോക്കിയിട്ട് അവളെ വിളിച്ചോണ്ട് വരാനും പറഞ്ഞുണ്ട്. അപ്പൊ മുത്തശ്ശി പോവാന്നാ പറഞ്ഞത്. പക്ഷെ രേവതിക്കാണെങ്കിൽ പോണെന്ന് ഒരേ നിർബന്ധം. നാടൊക്കെയൊന്ന് കാണാലോ. അങ്ങനെ രേവതി പോവാണ്. രേവതി എന്ന് കഴിഞ്ഞപ്പോ സച്ചി ഫ്രണ്ട്സും ഒപ്പം ഭയങ്കര ചിരിച്ചുല്ലസിച്ച് വർത്താനം പറഞ്ഞോണ്ടേക്ക് ഇരിക്കുക. ഈ സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞു, ഇടാ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാരും മാറും, പിന്നെ ഭാര്യ പറയുന്ന അനുസരിക്കുള്ളൂ പറയാ. സച്ചി പറഞ്ഞേ ഞാനിങ്ങനെയൊന്നും അല്ല, എനിക്ക് എന്റേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഞാൻ അതേ നിൽക്കുള്ളൂ എന്ന് പറയണം. പിന്നെ ഇതൊക്കെ നീ പറയും, കുറച്ചാൾ കഴിയുമ്പോ കണ്ടു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ അടുത്തേക്ക് പോലും വരത്തില്ലെന്ന് പറയണം. ഭാര്യ പറയുന്ന കേൾക്കുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞോർത്ത് എന്നെ ഒന്നും കിട്ടത്തില്ല. ഈ സച്ചി ആരാ നിനക്കൊന്നും ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ഞാൻ എപ്പോഴാണല്ലോ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അരി വരാതെ പോയിട്ടുണ്ടോ എന്ന് പറയണേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ, അതേടാ നിന്റെ ഭാര്യ വന്നിരിക്കുന്നവനെ. ഭാര്യയോ? പെട്ടെന്ന് സച്ചി നോക്കിയപ്പോ രേവതിനെ കണ്ടു. സച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുവാണ്. എടി നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ നീ ചോദിക്കണം. അല്ല വരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? മുത്തശ്ശി പറഞ്ഞു. ആ ഞാൻ വന്നോളാം, നീ അങ്ങോട്ട് പൊക്കോളാൻ പറയാണ്. അതെ വിളിച്ചോണ്ട് എല്ലാനാ പറഞ്ഞേ, വന്നോളാന്ന് പറഞ്ഞില്ലേ, വഴിയെ അറിയാലോ നിനക്ക്, നീ അങ്ങ് തിരിച്ചു പൊക്കോ, ഞാൻ ഇച്ചിരി കഴിയുമ്പോ വന്നേക്കാന്ന് പറയണം. അതെ മുത്തശ്ശി പറഞ്ഞ് വിളിച്ചോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞേ, ഇല്ലെങ്കിൽ മുത്തശ്ശി ഇങ്ങോട്ട് വരൂന്നാ പറഞ്ഞേ. അയ്യോ പണി വാളി. എടാ ഞാൻ പോയേക്കുവെന്ന് പറഞ്ഞ സച്ചി രേവതിയുടെ ഒപ്പം ഓടുവാണ്. ഇവനെന്താ ഇങ്ങനെ? കുറച്ചു മുമ്പ് അവര് ഇങ്ങനെയല്ല പറഞ്ഞു. കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ കല്യാണം കഴിഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെയാന്ന്. കണ്ടോ പോക്കുണ്ടല്ലോ. എന്ത് പാവത്താനെ പോലെ പോന്ന് നോക്കാൻ പറയാണ്. പിന്നീട് രേവതി സച്ചിൻ വർത്താനം ഒക്കെ പറഞ്ഞിട്ട് പോവാ. അപ്പൊ സൈഡാം അവിടെ ഇങ്ങനെ പാടോ കുളമെല്ലാം കണ്ടപ്പോ രേവതിക്ക് ഭയങ്കര സന്തോഷമായി. രേവതിയോട് സച്ചി ചോദിച്ചു, അല്ല ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണം. പിന്നെ ഇഷ്ടപ്പെടാതെ എന്ത് ഭംഗിയാ കാണാനായിട്ട്, നമ്മുടെ അവിടെയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ സച്ചി പറഞ്ഞു, ഞാൻ ഇവിടെയാ വളർന്നത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ എല്ലാം നല്ല പരിചയമുണ്ട്. പിന്നെ എനിക്ക് അവിടത്തെക്കാളും കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉള്ളത്. അങ്ങനെ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. പോരുന്ന സമയത്ത് സച്ചി പറഞ്ഞു, ഇവിടെ എല്ലാം നല്ല നിശബ്ദതയാ, നമ്മുടെ അവിടുത്തെ പോലെയല്ല. പക്ഷെ നീ വന്നോണ്ട് ഇനിയിപ്പോ ഇവിടെ നിശബ്ദത അങ്ങോട്ട് മാറൂന്ന് പറയാം. അതെന്താ? ഞാൻ വന്നോണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലേ? നിന്റെ ആ സൗണ്ട് ഉണ്ടല്ലോ ഇപ്പൊ തന്നെ കേട്ടില്ലേ, എന്തൊരു സൗണ്ടാ നിനക്ക്. എന്തേലും അങ്ങ് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെടി പൊട്ടിക്കുന്ന പോലെയാ ഉള്ള സൗണ്ടാ. അപ്പൊ എന്റെ സൗണ്ടാ കുഴപ്പമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയായിട്ട് വഴക്കുണ്ടാക്കണം. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കുണ്ടായിക്കൊണ്ട് പോരുക. അങ്ങനെ കുറെ നേരം കൂടെ വന്നപ്പോഴത്തേനും അവിടെ കുളം കണ്ടു. കുളം കണ്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവിടെ വീടിന്റെ അവിടെ കുളമൊന്നും ഇല്ലല്ലോ. എന്ത് രസമാണ് കാണാനായിട്ട്, എന്ത് നല്ല ശുദ്ധമായ വെള്ളം കിടക്കുന്നല്ലേ എന്ന് ചോദിക്കണം. ചിലപ്പോ സച്ചു പറഞ്ഞു, അതൊക്കെ ശരിയാ, നീ വന്നുകൊണ്ട് എന്റെ വെള്ളവടിയും മുട്ടിന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? അല്ല ഞാൻ അവന്മാരോടൊന്ന് കമ്പനി കൊണ്ടായിരുന്നു, കൃത്യസമയത്ത് തന്നെ നീ വന്നു, എന്നാ ചെയ്യാനാന്ന് പറ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ മുത്തശ്ശിയോട് പറയട്ടെ എന്ന് ചോദിക്കണം. വേണ്ട വേണ്ട മുത്തശ്ശിയോട് പറയണ്ട, ഇനിയിപ്പം മുത്തശ്ശിയോട് പറഞ്ഞിട്ട് അത് മതി. എന്റെ ദൈവമേ, മുത്തശ്ശി അറിയാതെ ഞാൻ ഇച്ചിരി വെള്ളം അടിക്കുന്നേ, ഇനിയിപ്പം നീയായിട്ട് പറഞ്ഞത് കൊള ആക്കരുതെന്ന് പറയണം. അന്ന് ഉറപ്പായിട്ട് ഞാൻ പറയുന്ന പറയാം. അപ്പൊ സച്ചി വെച്ച് പറയുമോന്ന് ചോദിക്കണം. പറയുന്ന പറയാം. അന്നാ നീ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് സച്ചി എന്ത് ചെയ്യാണ്, പതുക്കെ രേവതി കൈക്കിട്ടൊരു അടിയും കൂടെ കൊടുക്കുകയാണ്. രേവതി പറഞ്ഞു, എനിക്ക് നന്നായിട്ട് നൊന്തു കേട്ടോന്ന് പറയണം. അതാണ് നിന്നെപ്പോലെ പൂ കിറക്കുന്ന കൈയൊന്നുമല്ല, ഇത് വളയം പിടിക്കുന്ന കൈയാ, ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാവും പറയാം. പെട്ടെന്ന് രേവതി പറഞ്ഞു, അങ്ങനെയാണോ, എന്നാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സച്ചിക്കിട്ട് രേവതി ഒന്ന് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും പിടിച്ചിട്ട് റോഡിൽ നടന്നു വരുക. ഈ സമയത്ത് രേവതിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതിനു മുമ്പ് വീട്ടിലാണെങ്കിലാണ് നേരെ നോക്കിയിട്ട് രണ്ടുപേരും അടിയാ. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ശ്രീകാന്ത് റെസ്റ്റോറന്റ് ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് വന്ന് ജോയിൻ ചെയ്ത. അപ്പൊ ശ്രീകാന്ത് എന്ത് ചെയ്യാണ്, പുതിയതായിട്ടൊരു ഡിഷ് അങ്ങോട്ട് ഉണ്ടാക്കുവാണ്. ഡിഷൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ശ്രീകാന്തിന് സംശയം, നല്ലതാണ്, ആരെ കൊണ്ടെല്ലാം ടേസ്റ്റ് ചെയ്യിക്കണം, അന്നെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ടാലേ സെർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് അങ്ങ് വന്നു. സ്റ്റാഫിന് കൊടുത്തിട്ട്, അതെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇവിടെ ടേസ്റ്റ് ചെയ്തു, കൊള്ളം നന്നായിട്ടുണ്ട്. അപ്പൊ കണ്ണ് നിറഞ്ഞു വരുന്നതാണ്. ഇപ്പൊ എന്ത് പറ്റി, കൊള്ളത്തില്ലേന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല, പിന്നെന്ത് പറ്റി? അല്ല സാധാരണഗതിയിൽ ഇവിടെ എല്ലാരും കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കഴിക്കാറ്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഫുഡ് ആദ്യം ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് ഒരാൾ തരുന്നേന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്തിന് സന്തോഷമായി, ഒരാൾ ടേസ്റ്റ് ചെയ്ത് നല്ല ഫുഡാന്ന് പറഞ്ഞല്ലോ. ഈ സമയത്ത് മാനേജർ അങ്ങോട്ട് വരുന്നേ. മാനേജർ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതിനായിട്ട് ഫുഡൊന്നും റെഡി ആയിട്ടില്ലേന്ന് ചോദിക്കണം. സാർ ഒരു മിനിറ്റ്, ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാന്ന് ചോദിക്കണം. അതെന്താ ടേസ്റ്റ് ചെയ്യാനായിട്ട്? അല്ല ഞാനിന്ന് പുതിയതായിട്ട് ഇവിടെ വന്ന സ്റ്റാഫാ, അപ്പൊ ഞാൻ പുതിയതായിട്ടൊരു ഡിഷ് ഉണ്ടാക്കിയതെന്ന് പറയണേ.
അങ്ങനെ പുള്ളിക്കാരനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കോ, നല്ലതാ, ആൾക്കാർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയണം. പിന്നെ അതിന്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. പേര് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന്റെ പേരൊന്നും അറിയത്തില്ല. ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല സാർ, എന്തെങ്കിലും ഒരു പേര് ഇട്ടാൽ മതി, നമ്മൾ സ്വന്തമായിട്ടൊരു പേര് ഇട്ടാൽ മതി എന്ന് പറയണം. ശരി ശരി ആയിക്കോട്ടെ, ഇനി ഇങ്ങനെ നല്ല ഡിഷുകളൊക്കെ പ്രതീക്ഷിക്കുന്നു പറയാ. പിന്നീട് അടുത്തൊന്ന് ഷെഫിനോട് പറഞ്ഞു, കണ്ടില്ലേ, ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്തേ ഉള്ളൂ, നല്ല അടിപൊളി ഡിഷൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താലാണ് ആൾക്കാർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ, കൊള്ളാന്ന് പറഞ്ഞിട്ട് പോവാണ്. ശ്രീകാന്തിന് സമാധാനമായി. അപ്പം അടുത്തുനിന്ന് ഷെഫ് പറഞ്ഞു, ഉണ്ടോ, ആദ്യത്തെ ദിവസം തന്നെ മാനേജറുടെ കയ്യടി വാങ്ങിയല്ലോ, നീ ആള് മിടുക്കനാണല്ലോ എന്ന് പറയാണ്. അപ്പൊ ആരും ശ്രീകാന്ത് ഒന്ന് പുഞ്ചരിക്കുക മാത്രമേ ചെയ്തേ. പിന്നീട് കാണിക്കുന്നത് വർഷ രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുക, സ്റ്റുഡിയോയിലേക്ക് പോകാനായിട്ട്. അപ്പൊ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും മധുസൂദനും ഭാര്യ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ വർഷയുടെ മമ്മി ചോദിച്ചു, നീ ഫുഡ് കഴിക്കുന്നില്ലേന്ന് ചോദിക്കുവാണ്. ഇപ്പൊ തന്നെ ലേറ്റ് ആയെന്ന് പറയാം. ഇതെന്ത് പോക്കാ വർഷ നീ പോകുന്നേ, പകുതി ദിവസം ഇങ്ങനെ തന്നെയാ, എഴുന്നേക്കാൻ താമസിക്കും, എന്നിട്ടോ ഫുഡ് കഴിക്കുന്ന ഒറ്റ ഓട്ടമാന്ന് പറയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലെന്ന് പറയാ. എന്റെ മമ്മി, ഇവിടെ ഈ ഫുഡും കഴിച്ചിരുന്നിട്ടുണ്ടെങ്കിലേ സമയത്തിന് അവിടെ ചെല്ലണം, എത്ര ഡബ്ബിങ് കൊണ്ടതാന്ന് അറിയാവോ, മമ്മിക്ക് അത് വല്ല അറിയേണ്ട ആവശ്യമുണ്ടോ, ഇച്ചിരി അങ്ങനെ സമയം തെറ്റിയിട്ടുണ്ടെങ്കിൽ സംഗതികളെല്ലാം കൊളാവെന്ന് പറയാം. അത് എപ്പോഴും നിന്റെ ന്യായം ഇത് തന്നെയാണല്ലോ, മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അല്ല, കഴിക്കാൻ എന്താ, ഇഡ്ഡലിയും ചമ്മതി. ഇതൊക്കെ തന്നെയാണല്ലോ, എന്നും ഇതൊക്കെ തന്നെയാണല്ലോ. എന്റെ മമ്മിക്ക് ഇതൊന്ന് മാറ്റി പിടിച്ചുകൂടെ, മമ്മീനെ വല്ല കുക്കർ ഷോയ്ക്കകത്തും കൊണ്ടുപോകണം. അതെന്തിനാ, അല്ല അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മി കോമാളിയായിട്ട് നിൽക്കുന്ന ആ രംഗം അതൊന്ന് കാണാനെന്ന് പറയും. അതെ, മമ്മിക്കിട്ട് തന്നെ നീ പണിതോളം പറയാ, എത്രയാന്ന് ആണെങ്കിലും എനിക്ക് ഈ കുക്കിംഗ് അത്ര സെറ്റ് ആവില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ മധുസൂദനൻ പറഞ്ഞു, ഞാനാണ് കല്യാണം കഴിച്ച് ഇവിടെ എന്ന് കല്യാണം കഴിച്ച അന്ന് തൊട്ട് ഇത് കേൾക്കാൻ തുടങ്ങിയതാ, അന്ന് തൊട്ട് ഇവിടെ ഒരു നല്ല ഫുഡ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലെന്ന് പറയാം. അപ്പം വർഷ പറഞ്ഞു, എന്റെ പൊന്നോ, അച്ഛനെ സമ്മതിക്കണം, അന്ന് തൊട്ട് മമ്മീനെ സഹിക്കുന്നല്ലേന്ന് പറയണേ. ശരി, അന്ന് ഞാൻ ഇറങ്ങട്ടേന്ന് ചോദിക്കാം. പറഞ്ഞു, അത് മോളെ ഒരു മിനിറ്റ് അവിടെ നിൽക്കുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, നിനക്ക് ഒരു കല്യാണം കഴിക്കേണ്ടേന്ന് നിൽക്കും. കല്യാണം ആർക്ക്, എനിക്കോ, നല്ല കഥയായിപ്പോയി എന്റെ മമ്മി, ഞാൻ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് മമ്മിക്ക് എന്നാ കുഴപ്പമിരിക്കുന്നേ. ഇത് കേട്ടപ്പോഴത്തേനും മസൂദൻ പറഞ്ഞു, അതെ മോളെ, പ്രായമൊക്കെ നിനക്ക് ഇത്ര ആയില്ലേ, ഇനി ഇപ്പൊ ഏത് കാലത്ത് കല്യാണം കഴിക്കാനാ, എന്റെ അച്ഛ അതിന് സമയമാകുമ്പോഴത്തേനും നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നോളൂ, നമ്മൾ ഇനി പ്രത്യേകിച്ച് തപ്പിപ്പോണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയാം. കണ്ടില്ലേ അവളുടെ അഹങ്കാരം, കണ്ടില്ലേ, ഇനി എന്നൊരു കല്യാണം കഴിഞ്ഞ് കാണാനാ ഞങ്ങളാ ഇരിക്കുന്നേ, നിനക്ക് വയസ്സും പ്രായമൊക്കെ ആയി, എപ്പോഴും ഈ ഡബിങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് എന്താ ഈ സ്റ്റുഡിയോ ഒരു കല്യാണാലോചനയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ചോദിക്കുന്ന പെണ്ണിന് ജോലി ഇതൊക്കെയാ ചോദിക്കുന്നത്. ഈ സ്റ്റുഡിയോ ഒരു ഡബിങ് ആ നിന്റെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വിവാഹബന്ധം വരുമോന്ന് ചോദിക്കുക. ഇവരുടെ വർഷം പറഞ്ഞു, അതെ, അങ്ങനെ വരുന്ന വിവാഹമൊക്കെ എനിക്ക് മതി, അതെന്റെ ജോലി കണ്ടിട്ടല്ലോ കെട്ടാൻ വരുന്നേ, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ മതി എന്ന് പറയണേ. പിന്നെ ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാ, അതുകൊണ്ട് അതിനകത്ത് ആരും കൈകടത്തേണ്ട ആവശ്യമില്ല. മമ്മി എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഞാൻ മമ്മീനെ തടയാറില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് ഞാൻ എനിക്ക് എഞ്ചിനീയറിംഗ് സെറ്റ് ആവില്ലെന്ന് മമ്മിക്ക് അറിയാവുന്ന കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. എന്നാ ശരി, ഇപ്പൊ തന്നെ സമയം പോയി പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന് ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.